പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നക്ഷത്ര ജാതകർ അവരുടെ ജീവിതത്തിൽ രക്ഷ നേടുന്നൊരു ദിവസമാണ് ഫെബ്രുവരി 13. ഈ ദിവസം ഒട്ടനവധി മാറ്റങ്ങൾ ആരുടെയൊക്കെ ജീവിതത്തിലേക്കാണ് കടന്നു വരുന്നതെന്നും അതുപോലെ തന്നെ ഇവർ എങ്ങനെയൊക്കെ ജീവിതത്തിൽ നേട്ടങ്ങൾ മുതലെടുക്കുന്നു എന്നും ഈ വീഡിയോയിലൂടെ ഒന്ന് പങ്കുവെക്കാം. ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച്. ഇവർക്ക് ഫെബ്രുവരി 13 ഈശ്വരാധീനം വർദ്ധിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 13 ശേഷം ഓരോ ദിവസവും വളരെ നല്ല സമയമാക്കി മാറ്റാനായിട്ട് സാധിക്കും. കഠിനാധ്വാനവും അർപ്പണവും ശുഭഫലങ്ങൾ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ശാരീരികമായ വിഷമതകൾ മാറിത്തുടങ്ങും. തലവേദന, തൊലിപ്പുറമേയുള്ള അസുഖങ്ങൾ, നാഡീവ്യൂഹത്തിന് ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ക്ഷീണം എന്നിവ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾ പഠനകാര്യങ്ങളിൽ അലസത വരാതെ നോക്കണം. വാക്കുകളിൽ വരുന്ന അബദ്ധങ്ങൾ നല്ല ബന്ധങ്ങൾക്ക് വിള്ളലുകൾ ഉണ്ടാക്കും. പാരമ്പര്യ സ്വത്തിന് അർഹത നേടും. ദാമ്പത്യ സുഖം കുറയാൻ സാധ്യതകൾ കാണുന്നു. വിദേശങ്ങളിൽ തൊഴിൽ ചെയ്യുന്നവർക്കും സ്ഥിരതാമസത്തിന് ശ്രമിക്കുന്നവർക്കും അല്പം ബുദ്ധിമുട്ടുകൾ നേരിടുമെങ്കിലും അത് പരിഹരിക്കപ്പെടും. കൃഷി, കന്നുകാലി വളർത്തൽ, കൈത്തൊഴിലുകൾ, കുടിൽ വ്യവസായങ്ങൾ എന്നിവയെല്ലാം ചെറിയ രീതിയിൽ ലാഭകരമായിട്ട് തുടങ്ങുകയും ചെയ്യും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ഗുരുവാരവ്രതം, ശനിയാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിച്ച് യഥാക്രമം വിഷ്ണു ഭജനം, ശനീശ്വര ഭജനം എന്നിവ ചെയ്യുക. ശനിയാഴ്ചകളിൽ ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം. ഇനി രോഹിണി നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പൊതുവെ അത്ര അപകടകരമായിട്ടുള്ള സമയമൊന്നുമല്ല ഫെബ്രുവരി 13 മുതൽ ആരംഭിക്കുന്നത്. ഈശ്വരാധീനം കൂടുതലായിട്ട് ലഭിക്കുന്ന സമയം തന്നെയാണ്. ദുർവ്യയങ്ങളൊക്കെ വരാതെ നല്ല രീതിയിൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കും. സാമ്പത്തിക അച്ചടക്കം പാലിക്കുന്നതിലൂടെ സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാനുള്ള സാധ്യതയും വളരെ ഏറെയാണ്. ശാരീരിക വിഷമതകൾ മാറിത്തുടങ്ങും. ശസ്ത്രക്രിയകൾ അതിജീവിക്കും. വ്യക്തിജീവിതത്തിൽ അമൂല്യമായി സൂക്ഷിക്കുന്ന കാര്യങ്ങൾ നഷ്ടപ്പെടാതെ നോക്കണം. പ്രിയ വിരഹ ബന്ധങ്ങളിൽ അശുഭ വാർത്തകൾ കേൾക്കാനും ഇത് അസഹനീയമായൊരു വേദനയ്ക്കും സാധ്യതയുണ്ടെങ്കിലും ഫെബ്രുവരി മാസം അവസാനത്തോടുകൂടി ഈ വിരഹം മാറി വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ളൊരു ഭാഗ്യവും ഇവർക്ക് വരും. വിദ്യാഭ്യാസം, വാക്കുകൾ, ധനം, കാഴ്ചപ്പാടുകൾ എന്നിവയിൽ പൊതുവെ അനുകൂല ഫലങ്ങൾ ആയിരിക്കും ഉണ്ടാകുക. വിദേശയാത്രികർ, വിദേശത്ത് സ്ഥിരതാമസം ആക്കിയവർ എന്നിവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി മാനസിക വേദനകൾ അനുഭവിച്ചവർക്ക് അതിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ എടുത്തതിനു ശേഷം ലഭിക്കാതിരുന്ന ധനം അപ്രതീക്ഷിതമായി സാങ്കേതിക തടസ്സങ്ങൾ എല്ലാം നീങ്ങി കൈവരും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് വേഗം തന്നെ ഇവർക്ക് ദോഷശാന്തി നൽകും. ഇനി തിരുവാതിര നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. പൊതുവെ നല്ല ഈശ്വരാധീനം ഉള്ളൊരു ദിവസത്തിന് തുടക്കം കുറിക്കുകയാണ് ഫെബ്രുവരി 13. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതായ എല്ലാത്തരം വിഷമതകൾക്കും കഠിന പ്രയത്നം കൊണ്ട് പരിഹാരം കണ്ടെത്താൻ സാധിക്കും. സർവകാര്യങ്ങളിലും ഈശ്വരാധീനം വർദ്ധിക്കുവാൻ തുടങ്ങുന്നതുകൊണ്ട് പ്രവർത്തനങ്ങളെല്ലാം ലാഭകരമായിട്ട് തുടങ്ങും. തകർന്നുപോയ ദാമ്പത്യങ്ങൾക്കൊരു പരിധിവരെ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. മക്കൾ മൂലമുള്ള വിഷമതകൾ മാറിക്കിട്ടും.
അവർ ഉണ്ടാക്കുന്ന അപമാനങ്ങൾ രക്ഷിതാക്കൾക്ക് വേദനകൾ നൽകുമെങ്കിലും പിന്നീട് മക്കൾ തെറ്റ് ഏറ്റുപറയുന്നതിലൂടെ സന്താനങ്ങളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കൾ മറക്കുകയും അവരോട് സ്നേഹം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളും കാണുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള അസുഖങ്ങൾ മാറിത്തുടങ്ങും. അതുപോലെ തന്നെ സാമ്പത്തിക ബാധ്യതകൾ വർദ്ധിക്കാതിരിക്കാൻ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. രേഖാപരമായ കാര്യങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അശ്രദ്ധ വലിയ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ സഹായിക്കും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ദേവീഭജനം, ദുർഗാദേവിക്ക് പുഷ്പസമർപ്പണം, ദീപസമർപ്പണം, പായസം, ശ്രീ സൂക്ത പുഷ്പാഞ്ജലി എന്നിവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മകം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. വരുന്നത് അത്ര അപകടകരമായിട്ടുള്ള സമയമല്ല. അഷ്ടമത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി ചില അനുകൂല അവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധ്യതകൾ കാണുന്നു. അകാരണമായ ഭയം വിട്ടൊഴിയും. ശത്രുതകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സുഹൃത്ത് ബന്ധങ്ങളിലെ അപജയം, വിശ്വാസവഞ്ചന എന്നിവയെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് മുൻകരുതലോടുകൂടി മുൻപോട്ട് പോകണം. വിദ്യാഭ്യാസം, കച്ചവടങ്ങൾ, കലാകായിക മേഖലകൾ, കൈത്തൊഴിലുകൾ എന്നിവയ്ക്കെല്ലാം അഭിവൃദ്ധി ഉണ്ടാകും. കൃഷി, കന്നുകാലി വളർത്തൽ, ഗൃഹനിർമ്മാണം, മാതാപിതാക്കളോടും മറ്റ് ബന്ധുമിത്രാദികളോടുമുള്ള ആശയവിനിമയങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതെയും ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് സുബ്രഹ്മണ്യ ഭജനം, നരസിംഹ ഭജനം എന്നിവ നിത്യേന നടത്തുക. വിഷ്ണുവിങ്കൽ, കദളിപ്പഴം, കൽക്കണ്ടം എന്നിവ നിവേദിച്ച് പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കണം. ഭാഗ്യസൂക്തം, പുരുഷസൂക്തം എന്നീ അർച്ചനകളും തുളസി സമർപ്പണവും ചെയ്താലും കൂടുതൽ ഗുണങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് ലഭിക്കുന്നതാണ്. ഇനി അത്തം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. വാക്കുകൾ ഹേതുകവുമായിട്ടുണ്ടായിരുന്ന അനാവശ്യ കലഹങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകുന്ന സാഹചര്യങ്ങൾ ഈ ദിവസം മുതൽ ലഭിക്കും. വിദ്യാർത്ഥികൾ മടി വെടിഞ്ഞ് നല്ല രീതിയിലേക്ക് പഠനത്തിൽ തിരിച്ചു വരും. നിരന്തര ഉത്സാഹത്തോടെ പഠന മികവ് തെളിയിക്കാനുള്ള കഠിനമായ ശ്രമവും വിജയിക്കും. ധനവിനിയോഗം, വാക്കുകളുടെ വിനിയോഗം, കാണുന്നത് മാത്രം കാണാൻ ശ്രമിക്കൽ, ക്ഷമ എന്നിവ ഈ കാലയളവിൽ വളരെ പ്രസക്തമാണ്. വ്യാപാര വ്യവസായ മേഖലകളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കഷ്ടതകൾ കുറയും. മാതാപിതാക്കൾക്ക് സന്താനങ്ങൾ മനോവേദനകൾ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഈ പ്രതിസന്ധി കാലം കഴിഞ്ഞാൽ അവർക്ക് മാനസിക പരിവർത്തനം വരുത്തുകയും ബഹുമാനത്തോടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുകയും ചെയ്യും. വിദേശയാത്രികർക്കും വിദേശത്ത് പഠനാർത്ഥം പോകുന്നവർക്കും വിദേശത്ത് സ്ഥിരതാമസം നടത്താൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും നല്ല സമയമാണ് വരുന്നത്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് നിത്യേന നാമജപം നടത്തേണ്ടതാണ്. രാമനാമം, പഞ്ചാക്ഷരി മന്ത്രം എന്നിവ ജപിച്ച് ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും പ്രീതിപ്പെടുത്തുന്നത് ഇവർക്ക് വേഗം തന്നെ ദോഷശാന്തി നൽകും. ഇനി വിശാഖം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പൊതുവെ അത്ര അപകടകരമായിട്ടുള്ള സമയം ഒന്നുമല്ല ഇനി വരുന്നത്. ഈശ്വരാധീനം കൂടുതൽ തന്നെയാണ്. മന്ത്രജപാദികൾ കൊണ്ട് സർവകാര്യ സിദ്ധി പ്രാപ്തി ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന മേഖലകൾ കണ്ടെത്തുവാനും വിദേശ രാജ്യങ്ങളിൽ പോയി പഠിക്കുവാനും സാധിക്കും. വ്യാപാര വ്യവസായ സാങ്കേതിക വിദ്യാ മേഖലകളിൽ പുത്തൻ ഉണർവ് അനുഭവപ്പെടുന്ന സമയമാണ്. വിദേശയാത്രയ്ക്ക് സാധ്യതകൾ തെളിയും. പൈതൃക സമ്പത്തിൽ നിന്ന് ധനലാഭം ഉണ്ടാകും. വളരെ കാലങ്ങളായി അനുഭവിച്ചു വരുന്ന വേദനകൾ കുറഞ്ഞു വരും. അതുപോലെ തന്നെ രോഗശമനങ്ങൾക്കും സാധ്യതകൾ കാണുന്നുണ്ട്. കല, സാഹിത്യം, കരകൗശല നിർമ്മാണം, സ്വയം തൊഴിലുകൾ എന്നിവിടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെയാകും. മറ്റുള്ളവരുമായിട്ടുള്ള ധനപരമായ ഇടപാടുകൾ കലഹങ്ങളിൽ കലാശിക്കും. അതുകൊണ്ട് തന്നെ തൽക്കാലം ധനപരമായ കൊടുക്കൽ വാങ്ങലുകൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ തന്നെ ചെയ്യാനും ഇവർ ശ്രദ്ധിക്കണം. വിദ്യാഭ്യാസം, കച്ചവടങ്ങൾ, കലാകായിക മേഖലകൾ, കൈത്തൊഴിലുകൾ എന്നിവയ്ക്കെല്ലാം അഭിവൃദ്ധി കൂടി പ്രതീക്ഷിക്കാവുന്ന ദിവസങ്ങളാണ്. കൃഷി, കന്നുകാലി വളർത്തൽ, ഗൃഹനിർമ്മാണം,
എന്നിവ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകും. ഇവർ ദോഷപരിഹാരത്തിന് ശനിയാഴ്ച വ്രതം അനുഷ്ഠിച്ച് ഗൃഹത്തിൽ ഒരു എള്ളുതിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.